വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്നും ഇപ്പോൾ ചേരുന്നുണ്ട്. വിഷ്ണുവും ഈ മോക്ക് ഡ്രിൽ നടക്കാൻ പോകുന്നു. 4 മണിക്കാണ്. എല്ലായിടത്തും അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. എന്തൊക്കെയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ വിഷ്ണു? മറൈൻ ഡ്രൈവിലാണ്. കൊച്ചിയിൽ പ്രധാനമായും മറൈൻ ഡ്രൈവ്, അതോടൊപ്പം തന്നെ കളക്ടറേറ്റ്, ഗസ്റ്റ് ഹൗസ് തുടങ്ങിയ മേഖലകളിലാണ് മോക്ക് ഡ്രില്ല് സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഫയർഫോഴ്സ് സംഘം ഇങ്ങോട്ടേക്ക് എത്തും. ഇവിടെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് മോക്ക് ഡ്രില്ല് സംഘടിപ്പിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. മറൈൻ ഡ്രൈവ് പോലുള്ള സ്ഥലം തിരഞ്ഞെടുക്കാനും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്താണ് നാവികാസ്ഥാനമുള്ളത്. അതിന് ഇപ്പുറത്തേക്ക് പോലീസിന്റെ എയർ ക്യാമ്പുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള അതീവ സുരക്ഷാ മേഖല കൂടിയാണ് ഈ പ്രദേശം. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ടാണ് കൃത്യമായി മറൈൻ ഡ്രൈവ് ഒരു പൊതുവിടമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ബാക്കി എല്ലായിടങ്ങളിലും ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കേന്ദ്രീകരിച്ചാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ മോക്ക് ഡ്രിൽ നടത്തിയിരിക്കുന്നത്. എറണാകുളത്ത് തീരുമാനിച്ചിരിക്കുന്നത് സ്കൂളുകളും കളക്ടറേറ്റും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഗസ്റ്റ് ഹൗസും ഒക്കെ കേന്ദ്രീകരിച്ചാണെങ്കിൽ ഇതൊരു പൊതുവിടമായി കണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നൊരു സ്ഥലം എന്ന രീതിയിലാണ് ഇവിടെ തിരഞ്ഞെടുത്ത് ഇരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മോക്ക് ഡ്രില്ല് ആരംഭിക്കും. ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ് ഒക്കെ നേരത്തെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ ലഭിച്ചതിൻ്റെ വിവരങ്ങൾ മാത്രമാണ് അവർക്ക് ഉള്ളത്. ആളുകളോടൊക്കെ വേണമെങ്കിൽ ഒന്ന് ചോദിക്കാമെന്നും. ചേച്ചി, ഈ മോക്ക് ഡ്രില്ലിന്റെ കാര്യം അറിഞ്ഞിരുന്നോ? രാവിലെ പ്രിപ്പയർഡ് ആണ്. ഇവിടെ വെച്ച് ഇപ്പോൾ ഇവിടെയാണ് നടത്തുന്നത്. ഇത്തിരി കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ പോകും. അതിന് മുമ്പ് പോകും. ഓക്കെ. ആളുകൾ എല്ലാം രാവിലെ മുതൽ തന്നെ ഇത്തരം വിവരങ്ങൾ വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. വലിയൊരു തിരക്ക് ഈ ഘട്ടത്തിൽ മറൈൻ ഡ്രൈവിലുണ്ട്. ആ തിരക്ക് തന്നെയാണ് മറൈൻ ഡ്രൈവ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സവിശേഷതകളുള്ള ജില്ല കൂടിയാണ്. പ്രത്യേകിച്ച് നാവികാസ്ഥാനം പോലുള്ള പ്രദേശങ്ങൾ ഒക്കെ നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അതിനൊരു പ്രത്യേക പ്രാധാന്യം കൂടിയുണ്ട്. ഈ മോക്ക് ഡ്രില്ല് എറണാകുളത്ത് സംഘടിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. 4 മണിക്ക് സൈറൻ മുഴങ്ങും. വിഷ്ണു സുരേഷാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മോക്ക് ഡ്രില്ലിനുള്ള ഒരുക്കങ്ങൾ അത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു.